ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ലൈഫ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. എൻ്റെ ഹസ്ബൻഡ് വർക്കിൻ്റെ ഒരു ആവശ്യമായത് കാരണം പുള്ളിക്കാരൻ ഇപ്പോൾ സ്ഥലത്തില്ലേ, അപ്പോൾ എന്നെ മോളെ എൻ്റെ വീട്ടിലാക്കിയിട്ടാണ് പോയത്. ഇവിടെ ആകുമ്പോഴത്തേക്കും മോളുടെ സ്കൂൾ തൊട്ടടുത്താണ്. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മളിതാ റെഡിയായി നീയക്കുട്ടനെ കൊണ്ട് സ്കൂളിലാക്കി ആളിതാ ബായൊക്കെ പറഞ്ഞിട്ട് ക്ലാസ്സിലോട്ട് പോയേ. ഇങ്ങോട്ട് വരാൻ കൂടെ അമ്മയുണ്ടായിരുന്നു. അമ്മ ഇടയ്ക്ക് വെച്ച് കടയിൽ ഇറങ്ങിയായിരുന്നു. അങ്ങനെ തിരിച്ച് ഞാനും അനിയത്തിയും കൂടെ പോവാണ്. എന്തായാലും ഇനിയിപ്പോൾ വീട്ടിലോട്ട് ഞങ്ങൾ പോകുന്നില്ല, കാരണം വീട്ടിലേക്ക് പോയാൽ മോൾക്ക് ഉച്ച വരെ ക്ലാസ് ഉള്ളൂ. അപ്പോഴത്തേക്കും പിന്നെയും വരുന്നത് പാടാണ്. അപ്പോൾ ഞങ്ങൾ ഇരുന്ന് ഷോപ്പിങ്ങിന് പോകാൻ അങ്ങനെ നമ്മൾ രാമേന്ദ്രയിൽ അവിടെ ഇപ്പം പണിയൊക്കെ നടക്കുവാണ്. അതാണ് അങ്ങനെ ഫ്രണ്ടിൽ അങ്ങനെയൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ നേരെ പോയത് ലേഡീസിൻ്റെ ഫാൻസി ആൻഡ് കോസ്മെറ്റിക്സിൻ്റെ ഏരിയയിലോട്ടാണ്. അങ്ങോട്ട് എത്തിയിട്ട് എങ്ങോട്ട് പോകണമെന്ന് പറയുന്നത് അത്രമാത്രം കളക്ഷൻസ് ഉണ്ടായിരുന്നു. കമ്മല്, മാല, വള, ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. അങ്ങനെ ഓരോ സാധനങ്ങളും നമ്മളിങ്ങനെ നോക്കി നോക്കി നടക്കുകയായിരുന്നു. ഒരു ഏരിയയിൽ ഫുള്ള് നെയിൽ പോളിഷ്, കമ്മല്, മാല, വള, ചെറിയ കമ്മല്, വലിയ കമ്മല്, ഈ സൈഡിൽ ഫുള്ള് ജുംക്ക, നമ്മുടെ കാതി കൊള്ളുന്നതിനേക്കാളും വലിയ വലിയ ജുംക്കാസ് ഉണ്ടായിരുന്നു. ഇതൊരു താര ചെവിയിലിടാനോ അത്രയ്ക്ക് വലുതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നെയിൽ പോളിഷിൻ്റെ എൻ്റെ കണ്ണിൽ ഇവള് കൊണ്ടുവരുന്നത് രണ്ടും മഞ്ഞാണ്. പക്ഷേ അവളത് ഏതാണ് മഞ്ഞെന്ന് പറഞ്ഞ് നോക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ നല്ലൊരു പച്ച ഗ്രീൻ നെയിൽ പോളിഷ് എടുത്തേ, നമ്മൾ നെയിലാട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തതിന് ശേഷം പോയപ്പോൾ കണ്ടില്ല, എൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഫുള്ള് റെയിൻ ഡ്രോപ്പ് ബാംഗിൾസ് കണ്ടില്ല, എന്തുമാത്രം കളറാണ്. അപ്പോൾ എനിക്ക് തോന്നിയത് ഏതെങ്കിലുമൊക്കെ എടുത്തൊന്ന് വെറുതെ ഒന്ന് ഇട്ട് നോക്കാമെന്ന്. അങ്ങനെ പിങ്ക് കളറൊക്കെ എടുത്ത് കയ്യിലിട്ടിട്ട് ഞാൻ കുലുക്കി നോക്കിയാണ്. ഊരാനേ തോന്നിയില്ല, പക്ഷെ വാങ്ങാനും തോന്നിയില്ല, കാരണം ഇച്ചിരി വിലയുണ്ട്. അപ്പം ഞാൻ ചുമ്മാ എടുത്തിട്ട് എൻ്റെ ഒരു ആഗ്രഹം തീർക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് കുലുക്കും വെക്കും, നല്ല രസമുണ്ടല്ലേ. അങ്ങനെ അതിട്ടതിന് ശേഷം പിന്നെ കരുതിയത് എന്തായാലും വേറൊരു കളർ കൂടെ നോക്കാമെന്ന്. അങ്ങനെ ആദ്യം എടുത്ത പിങ്കിനേക്കാളും ഒരു അടിപൊളി കളർ കിട്ടിയ ഒരു പച്ച കളർ. അങ്ങനെ അതും എടുത്ത് നിന്ന് കുറച്ച് നേരം ഇട്ട് കുലുക്കുകയൊക്കെ ചെയ്തേ. പക്ഷേ സംഭവം ഞാൻ എടുത്തില്ല. ഇപ്പം ഇതിൻ്റെ ആവശ്യമില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ പറഞ്ഞായിരുന്നെങ്കിൽ എടുക്കാമായിരുന്നു. പക്ഷേ അതിനുശേഷം പിന്നീട് മാലകൾ ഇങ്ങനെ നിര തൂക്കിയിട്ടേക്കുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് പോകാമെന്ന് കരുതി. ഇതെടുത്തിട്ട് നോക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഓരോരോ കളർ സ്റ്റോൺസ് ഇങ്ങനെ ഇടുന്നതാണ്. എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ സൂട്ടായി പോവേ, നമ്മുടെ ഹൈനെക്ക് ഡ്രസ്സിൻ്റെ ഒക്കെ കൂടെ അടിപൊളിയായിട്ട് പോവേ. അങ്ങനെ ഞാൻ അതെടുത്തായിരുന്നു. നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിയതിന് ശേഷം ഇങ്ങനെ ചുമ്മാ ഓരോ ടോപ്സൊക്കെ നോക്കി നടന്നേ. ചുമ്മാ നോക്കി നടക്കാമല്ലോ വാങ്ങിയില്ലെങ്കിലും. അങ്ങനെ അതെല്ലാം നോക്കി നടന്നപ്പോഴത്തേക്കും നൈറ്റി സെക്ഷനിലോട്ടൊന്ന് പോകാമെന്ന് കരുതി. പോയപ്പോഴത്തേക്ക് അമ്മയ്ക്ക് 2 നൈറ്റി വാങ്ങാമെന്ന് കരുതിയേ. ഞാൻ അവിടെ ചെന്ന് കുറേ നോക്കിയേ. ഒന്നുകിൽ എനിക്ക് കളർ ഇഷ്ടപ്പെട്ട സൈസ് കറക്റ്റ് അല്ല കിട്ടുന്നത്, സൈസ് കറക്റ്റ് കിട്ടി എനിക്ക് കളർ ഇഷ്ടപ്പെടില്ല, എന്ത് ചെയ്യാൻ. അങ്ങനെ കുറേ നോക്കി ഏകദേശം ഈ 2 കിട്ടിയേ. അങ്ങനെ നമ്മളിപ്പോൾ കടയിൽ കയറിയതേ ഉള്ളൂ, പക്ഷേ അതിനിടയ്ക്ക് 2-3 മണിക്കൂർ പോയി. എത്ര പെട്ടെന്നല്ലേ സമയം പോണത്. ഇനിയും നിന്നാൽ മോളെ വിളിക്കാൻ താമസിക്കും. അങ്ങനെ നമ്മളെല്ലാ സാധനങ്ങളും എടുത്ത് ബില്ലൊക്കെ ചെയ്ത് നമ്മൾ ഇറങ്ങുകയാണേ. നമ്മൾ കടയിൽ നിന്ന് നേരെ മോളെ വിളിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിലേക്ക് പോവുകയാണ്. അവിടെ എത്തിയപ്പോഴത്തേക്ക് ആൾ പോയ ഡ്രസ്സല്ല വന്നപ്പോഴത്തേക്കും ഇട്ടേക്കുന്നത്. അപ്പോൾ ഇന്ന് അവിടെ എന്തോ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നേ. സാധാരണ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഈ പെയിൻറ്റ് വെള്ളമൊക്കെ ദേഹത്താകുമ്പോഴത്തേക്ക് അവർ ഇട്ടിരുന്ന ഡ്രസ്സ് മാറ്റിയിട്ട് നമ്മളുടെ അടുത്തൊരു എക്സ്ട്രാ പെയർ ഡ്രസ്സ് ബാഗിൽ വെച്ചേക്കാൻ പറയുക. അങ്ങനെ അത് അവരിട്ട് കൊടുക്കുകയെ. ഇട്ടിട്ട് പോയ ഡ്രസ്സ് മറക്കാതെ ബാഗിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ടോ എന്നാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്. അത് ബാഗിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.